അടുത്തായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. ശ്രീ ബിജു വാണിയപുരക്കിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പുതിയൊരു നേതൃത്വം ആരായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ നമ്മളുടെ ഇടയിൽ ഒരു ലെവലേശം സംശയമില്ലാതെ ഉയർന്നു വന്ന ഒരു പേരാണ് ബിജു. ഒളശ്ശയിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി അടക്കം ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നമ്മളൊരു മീറ്റിംഗ് അവിടെ നടത്തിയപ്പോൾ ഇന്നെങ്ങും കാണാത്ത ഒരു ജനസഞ്ചയം അന്ന് നമുക്കവിടെ കാണാൻ സാധിച്ചു. ഈ വർഷം നമ്മളെ നയിക്കാനായി വളരെ സ്നേഹത്തോടും അത് വളരെ സന്തോഷത്തോടും കടന്നു നിന്നിരിക്കുന്ന ശ്രീ ബിജുവിനെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ആരെയും പേരെടുത്ത് ബഹുമാനിക്കുവാനോ സ്വാഗതം പറയാനോ താല്പര്യപ്പെടുന്നില്ല. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയക്കനായ സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഇത് നമ്മുടെ ഒരു കൺവെൻഷൻ അല്ല, നമ്മളൊരു ചെറിയ പ്രതിനിധി സമ്മേളനമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൾ കുറവാണെന്നൊന്നും ആർക്കും തോന്നണ്ട. 500-ന് മുകളിൽ ആൾക്കാരുണ്ട്, പേടിക്കണ്ട. 2 കൊല്ലം മുന്നേ നമ്മൾ ഇതുപോലൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത് വെറും 150 പേരുമായിട്ട് മറ്റേ സീസർ പാലസ് ഹോട്ടലിലായിരുന്നു. ഇത്തവണ നമ്മൾ അതിലും കുറച്ചുകൂടെ കൂട്ടി നാട്ടിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് കരുതിയാൽ മതി. അതുകൊണ്ട് ആരും വരെ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഒരു ജ്ഞാനായക്കാരൻ, ഒരു ജ്ഞാനായക്കാരി എന്നുള്ള അഭിമാനത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വലിയ വല്യപ്പനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ക്നായി തോമ എന്നാണ്. ആ ക്നായി തോമ ഒരു പുരോഹിതനല്ലായിരുന്നു, ഒരു അൽമായനായിരുന്നു എന്നുള്ള അഭിമാനത്തോടു കൂടി മാത്രമാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മളൊക്കെ എല്ലാവരും ജ്ഞാനായക്കാരാണ്. ഈ അഭിമാനത്തിൽ ആണ് നമ്മളെല്ലാവരും പുളകിതരായും ഞെളിഞ്ഞും നടക്കുന്നത്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള പല ആൾക്കാരും ജ്ഞാനായക്കാരാണെങ്കിലും അവരെല്ലാവരും വ്യക്തി താല്പര്യങ്ങൾ മറന്നുകൊണ്ട്, സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട്, കാർന്നവന്മാരെ മറന്നുകൊണ്ട്, കാർന്നവന്മാർ നമുക്ക് നേടിത്തന്ന സൗഭാഗ്യങ്ങൾ മറന്നുകൊണ്ട് അവർ നമ്മുടെ ഈ സമുദായത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അവർ നമ്മുടേതെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് അവർ വേറെ ആരുമല്ല, മെത്രാന്മാരും വൈദികരും അൽമായ ശ്രേഷ്ഠരും അടങ്ങുന്ന കുറേ ആളുകൾ പദവിയിൽ കയറിയിട്ട് അവർക്ക് എതിരെയുള്ള ഒരു സമരം, അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധ സമരമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സത്യമാണ്. നമ്മൾ അവരെ സുഖിപ്പിക്കാനല്ല, അവർ നമ്മുടെ പക്ഷത്തായതുകൊണ്ട് നമ്മൾ അവരുടെ എതിർചേരിയിലാണ്. നമ്മൾ അവരുമായിട്ട് ഓടക്കാണെന്ന് തന്നെ പരസ്യമായിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് നമ്മൾ നമ്മുടെ ബന്ധം മറക്കാറില്ല. അവരും നമ്മളെ മറന്നാലും നമ്മൾ അവരെ മറക്കത്തുമില്ല. അത് നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ആ രീതിയിലാണ് നാളിതുവരെ പെരുമാറിയിരിക്കുന്നതും. 10 ജനം അറിയാതെ നമ്മൾ നമ്മുടെ കോമ്പൗണ്ടിലാണ് പരിപാടികൾ നടത്തുന്നതും പ്രതിഷേധങ്ങൾ നമ്മൾ നേരിട്ട് അവരെ അറിയിക്കുകയും ചെയ്യുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. ആ ഉറക്കം നടിച്ചു കിടക്കുന്ന കുറേ അൽമായരുണ്ട്. നമുക്കുള്ള സൗഭാഗ്യങ്ങളും നമുക്കുള്ള പാരമ്പര്യങ്ങളും നമ്മുടെ കാർന്നവന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന സ്വത്തുക്കളും നേട്ടങ്ങളും എല്ലാം മറന്നുകൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം ഉറക്കം നടിച്ച് കിടക്കുക. നല്ലൊരു ശതമാനം നമ്മുടെ ആൾക്കാരും. നമ്മൾ ഏറ്റവും വലിയ മീറ്റിംഗായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത് ഒളശ്ശയിലെ മീറ്റിംഗാണ്. അതെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ ജനസംഖ്യയുടെ ഒന്നുമല്ല. ബാക്കി ആളുകളെല്ലാം ഉറക്കം നടിച്ച് പുറകെ നിൽക്കുകയാണ്. അവരെല്ലാം ഞാൻ പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരെയോ പേടിച്ചിട്ടാണ്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? രൂപതാ നേതൃത്വമാണോ? ഈ രൂപതാ നേതൃത്വം എന്ന് പറയുന്നത് ആരാണ്? അവരെ നമ്മളാരും തിരഞ്ഞെടുത്തവരല്ല, അവർ സ്വയം അവരോധിക്കപ്പെട്ടവരാണ്. അവരങ്ങ് പ്രഖ്യാപിച്ചു. അവരവരുടെ സ്ഥാനങ്ങളിൽ കയറിയിട്ട് ഇപ്പോൾ യാതൊരുവിധ ജനാധിപത്യ മര്യാദകളും ഇല്ലാതെ ഓരോരുത്തരും ഓരോ സ്ഥാനങ്ങളിൽ കയറി ഇരുന്നിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ചില ആൾക്കാർ രാഷ്ട്രീയം ഇപ്പം നമ്മൾ KM മാണിയുടെ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കണ്ട് അവർ ചത്താൽ മാത്രമേ അടുത്തയാൾക്ക് സീറ്റ് വരുള്ളൂ എന്നുള്ള പരുവത്തിലായിപ്പോൾ. ഇപ്പം
നമ്മുടെ അരമനയും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും എല്ലാം ആ പരുവത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെ അവിടുത്തെ കള്ളത്തരത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണെന്ന് വെളിവും ബോധവുമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതിനോടൊന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ആ ഉറക്കം തൂങ്ങികളായ നമ്മുടെ ആത്മായ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മുന്നിൽ നിന്ന് ഇപ്പോഴും പയറ്റാം. ആ പയറ്റുന്ന കൂടുതൽ അവർ നാളെയെങ്കിലും വൈകിയാണെങ്കിലും നമ്മളെ പുറകെ വരും. അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ എല്ലാം മനസ്സിലിരിക്കുന്ന എന്താണെന്നറിയോ? ഇവന്മാർ പോയി ചാവേറായിട്ട് മുന്നേ പൊയ്ക്കോട്ടെ, കിട്ടുന്ന ഔദാര്യം നമുക്കൂടെ കിട്ടുമല്ലോ, ഓസിലടിക്കാമെന്നുള്ള വിചാരത്തിലായിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ആർക്കും നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ വരത്തില്ലെന്ന് ഒന്നും എതിര് പറയാനില്ല. മുമ്പ് ജോബി പറഞ്ഞ പോലെ വൈദികരും സന്യസ്തരും ഇതുപോലെ തന്നെയാണ്. അവർക്ക് മുന്നോട്ട് വരാൻ പേടിയാണ്, അവരെന്തിനോ ഭയപ്പെടുന്നു. ശരിയായിരിക്കാം, അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമായിരിക്കും. അവർക്ക് വേറെ ആരും ഇല്ലല്ലോ, നമ്മളെ കൂട്ടല്ലല്ലോ, നമുക്ക് സഹോദരങ്ങളും മക്കളും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അവരും അവരെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അവർ മൂലം ഒരു സമൂഹം നശിക്കാൻ പോവുകയാണ്, അവരുടെ കൂടപ്പറപ്പുകൾ നശിക്കാൻ പോവുകയാണെന്നുള്ളത് മനസ്സിലാക്കണം. മരിച്ചുപോയ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയൊക്കെ 40-50 വർഷം കഴിഞ്ഞ ഫോട്ടോകൾ കൊച്ചുമക്കൾ ഇന്ന് ഇടുന്നുണ്ടെങ്കിൽ അവരെ അവരുടെ കുടുംബം ഒരിക്കലും മറക്കുന്നില്ലെന്ന് അവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ നമുക്ക് ദ്രോഹം ചെയ്യാതിരിക്കാൻ മേലെ അറ്റ്ലീസ്റ്റ്. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ചൂടുവെള്ളം അല്ല പച്ചവെള്ളം കോരി ഒഴിച്ചില്ലെങ്കിലും ചൂടുവെള്ളം കോരി ഒഴിക്കരുതെന്ന്. നമ്മുടെ പല ഇടവകളിലും വന്നിരിക്കുന്ന അച്ഛന്മാർ, പല സ്ഥലങ്ങളിലിരിക്കുന്ന അച്ഛന്മാർ നമുക്കെതിരെ എന്തിന് പാര പണിയണം? ഞാനതാ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ പാര പണിയുന്നവർ ഒരിക്കലും സമുദായ സ്നേഹിയല്ല, അവൻ നമുക്ക് അനുകൂലമല്ല. അവരെ സ്നേഹിക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കർത്താവായ ഈശോ മിശിഹാ പഠിപ്പിച്ചിട്ടുണ്ട് ശത്രുവിനെ സ്നേഹിക്കാൻ, പക്ഷേ നമുക്കതാവത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ KSS എന്ന് പറഞ്ഞ ഒരു സംഘടന 2018 മുതൽ ഇരിക്കുന്ന വൈസന്മാരായ സാറുമാരുടെ നേതൃത്വത്തിൽ അരമനയുടെ പടികൾ കയറി ഇറങ്ങുന്നു, പുറത്ത് നമ്മൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ നമ്മുടെ രൂപതാ നേതൃത്വത്തിന് ഒരു മറുപടി നമ്മളോട് തരാനോ നമ്മളോട് വിളിച്ചിരുത്തി മാന്യമായ രീതിയിൽ സംസാരിക്കാനോ, സംസാരിച്ചു 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് അവർ വീണ്ടും പ്രവർത്തിക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും പേപ്പറുകൾ കോടതികളിൽ സബ്മിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരവരുടെ വഴിയെ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലം നല്ല ഒരു 2-3 കൊല്ലത്തിന് മേലെയായിട്ട് യാതൊരു സംസാരത്തിനും അവർ സാധ്യതയില്ല. ഇവരും വൈദികരാണ്. ബലിയർപ്പിക്കാൻ പോകുന്നവൻ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ബലിവസ്തുവോടെ വെച്ചിട്ട് പോയി ബലി അർപ്പിക്കണം എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ ഇവരിത് മനസ്സിൽ വെച്ചുകൊണ്ട് ബലി അർപ്പിച്ചിട്ട് ദൈവവചന പ്രഘോഷണത്തിനുള്ള സമയം അവരുടെ രീതിയിൽ ആ വചനം വളച്ചൊടിച്ചുകൊണ്ട് നമുക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം നമ്മളിലുള്ള ദൈവവിശ്വാസവും സഹോദര സ്നേഹവും വർദ്ധിക്കുകയാണോ കുറയുകയാണോ എന്നുള്ളത് ഈ പുരോഹിതർ പോലും ചിന്തിക്കുന്നില്ലേ എന്ന് ഞാനും ചിന്തിച്ചു പോവുകയാണ്. ഈ രൂപതാ നേതൃത്വം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്കാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ രൂപത നടത്താനായിട്ട് വലിയൊരു പാസ്റ്റർ കൗൺസിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പാസ്റ്റർ കൗൺസിൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്? അതിനകത്ത് 80% ആൾക്കാരും നോമിനേറ്റഡാണ്. മെത്രാൻ നോമിനേറ്റ് ചെയ്യുന്നതാണ്. എന്തൊരു വലിയ നമ്മുടെ ഭയങ്കര ജനാധിപത്യം അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഈ നോമിനേറ്റഡ് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മെത്രാൻ ഇഷ്ടപ്പെട്ടവരെ കയറ്റി വെക്കുന്നത്. ആയിക്കോട്ടെ, അവർ ഒരിക്കലും മെത്രാനെതിരെ നിൽക്കത്തില്ല എന്നുള്ളതൊരു സത്യം. രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന അൽമായരാണ്. ആ അൽമായ പ്രതിനിധികളെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് പലപ്പോഴും. ഇവരെല്ലാവരും നമ്മുടെ മുന്നിൽ നമ്മുടെ കോട്ടായിൽ കയറിപ്പോയ ആൾക്കാരാണ്. ഉദാഹരണം പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ കുറേ നേതാക്കളുണ്ട്. MLA ആയിട്ടോ MP ആയിട്ടോ ഇരിക്കുന്നവരും അവിടുന്ന് മാറിയും എക്സും ആയിട്ടുള്ളവരൊക്കെയാണ്. ഇവരും നമ്മുടെ വോട്ടും മേടിച്ചുകൊണ്ടാണ് അവിടെ കയറിയത്. നമ്മളല്ല, ഒരു ജ്ഞാനക്കാരനാണല്ലോ, നമ്മുടെ കൂടപ്പുറപ്പാണല്ലോ എന്ന് വിചാരിച്ച് പോയി വോട്ട് കുത്തിയതാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഭരണരംഗത്ത് ഗവൺമെൻറ് സർവീസിൽ കയറിയിരിക്കുന്നവർ, ജുഡീഷ്യറിയിലും മറ്റ് ഗവൺമെൻറ് തലത്തിലും എല്ലാം കയറിയിരിക്കുന്ന അവരൊക്കെയാണ് അൽമായ പ്രമുഖരെന്നും പറഞ്ഞുകൊണ്ട് മെത്രാൻ്റെ ഇതിൽ കയറിയിരിക്കുന്നത്. ഈ പറഞ്ഞ ആൾക്കാർക്കും ജോലി കിട്ടിയത് എങ്ങനെയാണ്? കയറിയല്ലെങ്കിൽ സ്ഥാനത്ത് അവരിയ്ക്കുന്ന സീനിയർ പോസ്റ്റിൽ എത്തിയത് എങ്ങനെയാണ്? സമുദായത്തിൻ്റെ കോട്ട പറഞ്ഞ് മെത്രാൻ റെക്കമെൻഡ് ചെയ്ത് മേടിച്ച് കൊടുപ്പിച്ചാണ്. നമ്മുടെ കോട്ട അവന് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട്, ആ പാർട്ടിക്ക് കിട്ടുമെന്നും പറഞ്ഞ്.
ഈ പറഞ്ഞ വ്യക്തികൾ ഒരൊറ്റ എണ്ണം പോലും അൽമായിൻ്റെ കൂടെയല്ല, ഇവരെല്ലാം മെത്രാൻ്റെ കൂടെയാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പോപ്പിന് തെറ്റാവരമുണ്ടെന്ന്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന പോപ്പിന് തെറ്റാവരമില്ലെന്ന് കത്തോലിക്ക സഭ തന്നെ പ്രഖ്യാപിച്ചു. പിന്നെ ഈ മെത്രാന് തെറ്റാവരമുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മെത്രാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ? അതുകൊണ്ട് അതിനെ ഞങ്ങൾ യോജിക്കണോ എന്ന് അവർക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ മേലേ? അവരെല്ലാം വലിയ പ്രശസ്തരല്ലേ, ബുദ്ധിയും ബോധമുള്ള സീനിയർ പോസ്റ്റുകളിൽ ഇരിക്കുന്ന വ്യക്തികളല്ലേ? അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതും നമ്മളെല്ലാവരും ചിന്തിക്കണം. ഇനി ഇപ്പം നമ്മുടെ മുന്നിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇനിയും വരും. എല്ലാവരും ചിന്തിക്കുക. നമ്മൾ അരമനെ പോയി ചൈതന്യം പോയി ബഹളം ഉണ്ടാക്കി ഇതെല്ലാം ചെയ്തിട്ടും നമ്മളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അൽമായ നേതാക്കൾ മുന്നോട്ട് വന്നത്. നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ മാത്രമാണ് അവർ പരിശ്രമിച്ചതെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് പിടിച്ച് ആശ്വസിപ്പിച്ച് പുറത്തു തലോടിയതല്ലാതെ അതിനുശേഷം ഇന്ന് അവരൊരു പാസ്റ്റർ കൗൺസിൽ കൂടാൻ പോലും ഈ പറഞ്ഞ അൽമായ നേതാക്കളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പലരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് നിങ്ങൾ ചൈതന്യം പോയിട്ട് എന്ത് നേടിയെന്ന്. അന്ന് അവരെല്ലാം മെത്രാനെ തല്ലാനായിരുന്നു, ഞങ്ങളതിന് കൂട്ടു നിൽക്കണമായിരുന്നോ? ഞങ്ങൾ ഇവരുടെ വാക്കുകൾ വിശ്വസിച്ചു. നമ്മുടെ സമുദായം, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ആൾക്കാർ, നമ്മുടെ മെത്രാൻ, നമ്മൾ ആ ബഹുമാനത്തിൽ അവിടുന്ന് എല്ലാവരും സമാധാനമായിട്ട് പറഞ്ഞു വിട്ടു ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ട്. എന്നിട്ട് ഇന്നേ വരെ ഒരു പാസ്റ്റർ കൗൺസിൽ പോലും കൂടിയിട്ടില്ല. അവർക്ക് തോന്നുന്ന പോലെ സർക്കുലറുകളും ഇൻഡാസുകളും ഇറക്കുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു സർക്കുലർ ഇറക്കണമെങ്കിൽ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ പ്രതിനിധികൾ, അൽമായ പ്രതിനിധികൾ എന്നും പറഞ്ഞ പാസ്റ്റർ കൗൺസിൽ കയറിയിരിക്കുന്ന ആൾക്കാർ പോലും നമുക്ക് എതിരാണെന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കണം. ഈ വലിയ സ്ഥാനമാനങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ ആളാണ് ഇവിടുത്തെ ആളാണെന്നും പറഞ്ഞു വരുന്നവനൊന്നും നമ്മളെ ഉദ്ധരിക്കാനല്ല, നമ്മുടെ കുലം തോണ്ടാൻ നടക്കുന്നവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ മെത്രാൻ പറയുന്നുണ്ട് എനിക്ക് അധികാരം ഇവിടെ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു, കേരളത്തിന് ഇതിലെങ്ങും അധികാരം ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ എന്തിനാ ഈ അമേരിക്കയിലും എല്ലായിടത്തും പോയി നിൽക്കുന്നത്? ഈയിടെ ഇപ്പോൾ ഹൂസ്റ്റണിലാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ ഒരു പള്ളിയുടെ കൂതാശ നടന്നു, പുനർകൂതാശ. ഇത് ഒരച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറയാ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് പുനർകൂതാശ എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഇന്നലെ വരെ ചെല്ലിയ പള്ളിക്കകത്ത് ദൈവം തമ്പുരാൻ ഇല്ലായിരുന്നോ? അതിന് കൂതാശയുടെ ഇതില്ലായിരുന്നോ? അപ്പോൾ പുനരായിട്ട് വീണ്ടും ചെയ്യേണ്ടത് എന്തിനാണ് വന്നേ? അത് ഇവർക്ക് സൗകര്യപ്രദമായിട്ട് ഓരോന്നും വരുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കൂതാശ നടത്തിയപ്പോൾ എന്നാ സംഭവിച്ചേ? നമ്മുടെ മെത്രാപ്പോലീത്ത ആ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, ധൂപക്കുറ്റിയുടെ മറ്റേ ഇതും പിടിച്ചോണ്ട് കുന്തിരുക്കവും പിടിച്ചോണ്ട് നിൽപ്പുണ്ടായിരുന്നു. ബാക്കി പണിയെല്ലാം അവർ ചെയ്തു. പക്ഷേ അപ്പനാദേശം ഇറങ്ങിയത് കണ്ടാൽ നിങ്ങൾ, മൂലക്കാട്ട് മെത്ര ഇതോട് ബന്ധപ്പെടുത്ത് സമൂഹ ബലി അർപ്പിക്കുന്നു. ഒരു കുർബാന അധികം ചൊല്ലിക്കോട്ടെ എന്ന് വടക്കമ്പാർ തീരുമാനിച്ചു. അത് നടുക്ക് പുള്ളി ഫുൾ സൂട്ടിലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ പൊക്കുക. ഇതാണ് അപ്പനാദേശിൻ്റെ പണി. ശരിയായ കാതലും കൊണ്ട് അവർ പോയി. അതുപോലെ തന്നെ ഒരു കാര്യം ചിന്തിച്ച് നോക്കി, പുള്ളിക്ക് അധികാരമില്ല. പുള്ളി അവിടെ ചെല്ലണമെങ്കിൽ, നമ്മുടെ മെത്രാപ്പോലീത്ത അവിടെ ചെല്ലണമെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടിയേ ചെല്ലാൻ പറ്റുള്ളൂ, ആ പള്ളിക്കകത്ത് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവരുടെ പള്ളിക്ക് നമ്മുടെ ജ്ഞാനായ എന്ന പേര് കൊടുത്തിരിക്കുന്നത്? ആ ജ്ഞാനായം പറയേണ്ട അവകാശം എന്നാ അവർക്ക് എന്നാ ഉള്ളേ? നമ്മുടെ അല്ലാത്ത പള്ളിയും നമുക്ക് സമ്പൂർണ്ണ അധികാരം ഇല്ലാത്തത്, നമ്മുടെ എൻഡോമ്പി പാലിക്കാൻ പറ്റാത്ത ഒരു പള്ളി എങ്ങനെ ജ്ഞാനായ പള്ളിയാവും? അങ്ങനെയാണ് ഇവിടെയുള്ള ചങ്ങനാശ്ശേരി രൂപതയും പാലാ രൂപതയും എല്ലാ പള്ളികൾക്കും ജ്ഞാനായ എന്ന കൂട്ടി അങ്ങ് പേര് കൊടുത്താൽ പോരെ. അപ്പോൾ ഇതെന്താണ് സംഭവം? കൂട്ടിക്കൊടുക്കുക. അത് മനസ്സിലായി. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഒത്തിരി ആൾക്കാർ ഒത്തിരിയൊക്കെ പറയും, ഇതൊന്നും കേൾക്കണ്ട. ഇതൊരു കൂട്ടിക്കൊടുക്കുക. പുള്ളിക്കില്ലാത്ത ഇത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പീഡാനുഭവിച്ചില്ലായിരുന്നു. ഞാനിരുന്നുണ്ട് ഓരോന്നിങ്ങനെ ആലോചിച്ച് തുറന്നതിനൊക്കെ ആയിട്ട് ഒരാഴ്ച ആരോടും മിണ്ടാനും പറ്റിയില്ല, ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. കർത്താവായ ഈശോ മിശിഹ ഭൂമിയിലേക്ക് വന്നു, ഉണ്ണീശോയായിട്ട് മനുഷ്യാവതാരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ മൂലക്കാട്ട് മെത്രാൻ കോട്ടയം രൂപതയുടെ മെത്രാനായിട്ട് ഹെലികോപ്റ്ററിൽ കോട്ടയത്ത് പറന്നിറങ്ങി. ഈശോ തമ്പുരാൻ എല്ലാവരെയും പാപഭാരത്തിൽ നിന്ന്, ലോകത്തിൻ്റെ പാപഭാരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്നെങ്കിൽ ഇങ്ങേര് ജ്ഞാനായക്കാരെ നശിപ്പിക്കാൻ വേണ്ടി വന്നു. രണ്ടാം ഭാഗം മുമ്പ് ഞാൻ പറഞ്ഞ കൂട്ടിക്കൊടുപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. യൂദാസ്, 12 ശിഷ്യരിൽ ഒരുവനായ യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അതെങ്ങനെയാണ്? നമ്മൾ മീൻ വരാൽ പിടിക്കാൻ പോകുന്ന പോലെ ഒറ്റാലും കൊണ്ട് ഒറ്റിക്കൊടുത്തല്ലോ. അടുത്ത് ചെന്നിട്ട്
ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങേരിപ്പം അങ്ങേരുടെ അധികാരമില്ലാത്ത പള്ളികളിൽ ചെന്നിട്ട് ആ സൈഡിൽ പോയി നിന്നുകൊണ്ട് ഞാനും ഇവരുടെ കൂടെയാണ്, നിങ്ങൾ ഇക്കൂടെ കൂടിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ സാന്നിധ്യം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്ന ഒരു മെത്രാനായി തീർന്നിരിക്കുക. വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് മാറിയിരുന്ന് ആലോചിച്ച് നോക്കിക്കൂ. അപ്പം മനസ്സിലാകാൻ പറ്റും. ഇങ്ങേരുടെ പരിപാടി ഇവിടെ ഒന്ന് നടക്കുന്നു, അപ്പുറത്ത് വേറെ നടക്കുന്നു, പല കളിയാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മെത്രാനുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റത്തില്ല. ഈ മെത്രാൻ എല്ലാം ശരിയാക്കി തരാൻ പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കത്തില്ല. കോടതി വിധികൾ നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തി കൊടുക്കാത്തിടത്തോളം കാലം ഒരിക്കലും നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാവത്തില്ല. വാദിയും പ്രതിയും പറയുന്നത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ മെത്രാനച്ഛന് ഈ സാധനം തിരിച്ചെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതിന് കൂട്ടു നിൽക്കുന്ന എല്ലാ രൂപതാ നേതൃത്വവും, വൈദികരാണേലും സന്യസ്തരാണേലും ആത്മായരാണേലും എല്ലാവരും ചിന്തിക്കുക, ഇങ്ങനെ ഈ പറയുന്ന മോഹന വാഗ്ദാനങ്ങളൊന്നും നമുക്കൊരു ഗുണവും ചെയ്യത്തില്ല. ഇങ്ങനെ ഇച്ചിരിയും കൂടെ ഇട്ട് പഴിപ്പിക്കാനിട്ടിരിക്കുക. ആൾക്കാരുടെ പ്രതിഷേധം ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. നിങ്ങളാരും അവരുടെ ഈ താൽക്കാലിക മോഹന വാഗ്ദാനങ്ങളിലോ ഒന്നിലും വിശ്വസിക്കരുത്. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, എൻ്റെ തൊണ്ട ശരിയായ അല്ലാത്തതുകൊണ്ട്. എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കുക. നമ്മുടെ സമുദായം നശിപ്പിക്കാനായിട്ടുള്ള 90% കാര്യങ്ങളും കോടതിയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ശക്തമായ പ്രതിഷേധത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാനാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെയെങ്കിലും ഉണർത്തിയെടുക്കാൻ നിങ്ങളെല്ലാവരും തന്നാലാവുന്ന വിധത്തിലുള്ള രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്കൊരു നല്ല നാളേക്കായി കാത്തിരിക്കാം.